CT സ്കാൻ, MRI സ്കാൻ പോലെയുള്ള ഇമേജിംഗ് ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ മറ്റെന്ത് ലബോറട്ടറി ടെസ്റ്റ് ചെയ്താലാണ് മൈഗ്രെയിൻ കണ്ടെത്താൻ കഴിയാന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ തലവേദനയ്ക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അവരോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻസിൽ മൈഗ്രെയിനിന്റെ യാതൊരുവിധ ഫൈൻഡിങ്സും ഉണ്ടാവണമെന്നില്ല. പക്ഷെ തലവേദനയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും അൺയൂഷ്വൽ ആയ സിംറ്റംസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ തലയുടെ ഏതെങ്കിലും ഒരു സൈഡിലാണ് വേദന വരുന്നതെങ്കിൽ അത് മൈഗ്രെയിൻ ആണെന്ന് സംശയിക്കാറുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഏരിയയിലോ പോയിന്റിലോ മാത്രമാണ് വേദന വരുന്നതെങ്കിൽ ഒരുപക്ഷെ മറ്റെന്തെങ്കിലും പെത്തോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവാം. സോ ഇങ്ങനെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അല്ലെങ്കിൽ ആ ഒരു സംശയം ഒഴിവാക്കാനും ചിലപ്പോൾ പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. മൈഗ്രെയിൻ ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത ആൾക്കാരിൽ പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ സിംറ്റംസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മൈഗ്രെയിൻ ആണോ അല്ലെങ്കിൽ ഏത് തരം മൈഗ്രെയിൻ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. സോ ഫ്രീക്വന്റ് ആയിട്ട് തലവേദന വരുന്നുണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ ആണെന്ന് സ്വയം കൺഫേം ചെയ്യുന്നതിന് മുൻപ് പ്രോപ്പറായ മെഡിക്കൽ അഡ്വൈസ് ഉറപ്പുവരുത്താനും ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ശരിയായ ചികിത്സ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. ബൈ.